ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ ഡിഷ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. വൺസ് അഗൈൻ വിനീത വി ട്രൈ ചെയ്തിരിക്കുന്നു നമ്മുടെ നാടൻ ചിക്കൻ കറി. നല്ല അരിപ്പത്തിരിയുടെ കൂടെ കൂട്ടി നല്ല രസമുള്ളൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. മലയാളം റെസിപ്പീസ് ആർ സിമ്പിൾ ചാനലിലത്തെ വല്ല റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ എനിക്കൊരു ഫോട്ടോ അയക്കൂ ആൻഡ് ഈ ടെസ്റ്റിമോണിയൽ സെക്ഷനിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഇമെയിൽ recipesaresimple@gmail.com മറക്കാതെ അയക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ഫിഷ് ബിരിയാണി. ഈ ഫിഷ് ബിരിയാണി മലബാർ സ്റ്റൈലിൽ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫിഷ് ബിരിയാണിയാണ്. എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ ടെക്നിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്, നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഫിഷ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണിത്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മലബാർ ഫിഷ് ബിരിയാണിക്ക് അത്യാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. ഒരു കപ്പ് 240 ml ആണ്. രണ്ട് മീഡിയം സവാള അരിഞ്ഞത്, ഇത് ചോറിന് വേണ്ടി. 4 ഗ്രാമ്പൂ, 4 ഏലയ്ക്ക, 4 ചെറിയ കഷ്ണം പട്ട, ഇതൊക്കെ ചെറുതായി ചതച്ചത്. 4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വീട്ടിലുണ്ടാക്കിയത്. 2 വലിയ സവാള ചോപ്പ് ചെയ്തത്, ഇത് മസാലയ്ക്ക് വേണ്ടി. 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരച്ച് പേസ്റ്റ് ആക്കിയത്, ഞാൻ ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് ഫ്രഷ് മല്ലിയിലയും 3/4 കപ്പ് ഫ്രഷ് പുതിനയിലയും. 4 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര്. പിന്നെ കൈമ ജീരകശാല അരി വേണം, 2.5 കപ്പ്. 2 വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞത് വേണം, വളരെ ഫൈൻലി സ്ലൈസ്ഡ്. 3 വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തത്. 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, അല്ലെങ്കിൽ നമ്മുടെ നാടൻ കറി മസാല. എൻ്റെ നാടൻ മസാലയുടെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഒരു 600 ഗ്രാംസ് നല്ല കട്ടിയുള്ള ഫ്ലഷുള്ള മീൻ വേണം, നെയ്മീനൊക്കെ പോലത്തെ, കിങ് ഫിഷ് പോലത്തെ മീൻ. ഇതിപ്പോൾ സ്ലൈസ് ചെയ്യുമ്പോൾ ചോറിൻ്റെ ഇടയിലിട്ട് ദമ്മിടാനാണെങ്കിൽ കുറച്ചും കൂടി നല്ല തിക്ക് സ്ലൈസസ് ആയിരിക്കണം. പക്ഷെ ഞാൻ ചോറിൻ്റെ മുകളിൽ ലേ ചെയ്തിട്ടാണ് ദമ്മിടുന്നത്, കാരണം എനിക്ക് ആ ഫിഷിൻ്റെ സെൻറ്റ് ചോറിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ട് വേണ്ട. അതുകൊണ്ട് ഞാൻ നമ്മുടെ മീനൊക്കെ പൊരിക്കണ തിക്നെസ്സിൽ, പക്ഷെ അത്യാവശ്യം തിക്നെസ്സിലാണ് ഞാൻ വാങ്ങിക്കാറ്. പിന്നെ വേണ്ടത് നമുക്ക് നെയ്യാണ്. ഒരു 1/2 കപ്പ് മസാലയ്ക്കും സവാള പൊരിക്കാനും വേണം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ചോറിന് വേണ്ടി വേണം. അതുകൂടാതെ ഒരു 4 ടീസ്പൂൺ നാരങ്ങനീര് വേണം. കുറച്ച് റോസ് വാട്ടർ വേണം ഒടുവിലത്തേക്ക്. പിന്നെ ഉപ്പ് ആവശ്യത്തിനും വേണം. പിന്നെ ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. നെയ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും വേണം. ഉപ്പ് ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം. ഇതെല്ലാം കൂടി നന്നായി മീനുമിൽ പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ മൂടി വെക്കണം. അതിനുശേഷം നമ്മളത് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഫിഷ് ദമ്മ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ റൈസിൻ്റെ ലെയേഴ്സിൻ്റെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ കട്ടിയുള്ള പീസസ് ആണെങ്കിൽ റൈസിൻ്റെ ഇടയിലും വെക്കാം. കട്ടിയുള്ള പീസസ് ആണെങ്കിൽ ഒരു ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് വെച്ചാൽ മതി. വെരി ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ട്. കനം കുറഞ്ഞ പീസ് ഞാൻ ഉപയോഗിക്കുന്ന പോലത്തെ പീസാണെങ്കിൽ കുറച്ചും കൂടി പാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക, കാരണം ഇത് ചോറിൻ്റെ മുകളിലാണ് ഞാൻ ഇടുന്നത്. ചോറിൻ്റെ നടുക്ക് ലെയർ ചെയ്യുമ്പോൾ ഫിഷ് ബിരിയാണിക്ക് ഫിഷിൻ്റെ ഭയങ്കര സ്ട്രോങ് സെൻറ്റ് കിട്ടും. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി മൈൽഡായിട്ടുള്ള സെൻറ്റാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ചോറിൻ്റെ മുകളിൽ ദമ്മിടുമ്പോൾ ഇടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ചേരുവകളൊക്കെ ചേർത്ത് നന്നായി പുരട്ടി 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ മൂടി വയ്ക്കുക. ഇനി നമ്മുടെ ബിരിയാണിക്കുള്ള അരി തയ്യാറാക്കണം. നമ്മുടെ അരി നന്നായിട്ട് കഴുകി ഒരുപാട് പ്രാവശ്യം റിൻസ് ചെയ്ത് ആ വെള്ളം ക്ലിയർ ആവണ വരെയും കഴുകണം. എന്നിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കണം. ജീരകശാല അല്ലെങ്കിൽ കൈമ അരിയാണ് ഏറ്റവും നല്ലത് ഈ മലബാർ സ്റ്റൈൽ ബിരിയാണിക്ക് വേണ്ടി. ഇനി അത് കിട്ടാനില്ലെങ്കിൽ ബസ്മതിയും യൂസ് ചെയ്യാം. പക്ഷെ കഴിയണതും നമ്മുടെ സെൻറ്റും ഫ്ലേവർ കറക്റ്റ് ആവാൻ വേണ്ടി നമ്മുടെ കൈമ അരി യൂസ് ചെയ്യണതാണ് നല്ലത്. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക.
ഒരുപാട് ബ്രൗൺ ആവുന്നും വേണ്ട, ഒരു ചെറിയ ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ വഴറ്റിയെടുത്താൽ മതി. ആ വളരെ ചെറിയ ലൈറ്റ് ഗോൾഡൻ കളർ ആയതിനു ശേഷം നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഈ അരി ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ജെന്റിലായിട്ട് ഫ്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ അരി ചിലപ്പോൾ ഉടഞ്ഞു പോകും. ഒരു 5 മിനിറ്റോളം ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ പോകാൻ വേണ്ടിയാണ് ഈ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ലൊരു മണം വരും. ഇതിന് ശേഷം നമ്മൾ ആ ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇത് മൂന്നും കൂടി ചേർത്ത് ഒന്നും കൂടി ഫ്രൈ ചെയ്ത് ആ സ്പൈസസിൻ്റെ മണം കിട്ടണ വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഈ സ്റ്റേജിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ബിരിയാണിക്ക് നല്ല മണം വരാൻ വേണ്ടി തീ ഓഫാക്കി മൂടി വെക്കും. നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് കഴിയണ വരെ ഇത് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതുകൊണ്ട് ആ ചോറിനൊക്കെ നല്ല മണം വരും, ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അതൊടുവിൽ ഉണ്ടാക്കുമ്പോൾ. ഈ സമയത്താണ് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കുന്നത്. നമ്മുടെ മസാലയ്ക്ക് വേണ്ടി ചോപ്പ് ചെയ്ത സവാള, നമ്മുടെ പൊരിക്കാൻ വേണ്ടി നേരിയതായിട്ട് അരിഞ്ഞ സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളകിൻ്റെ പേസ്റ്റ്, ബാക്കി ചോപ്പ് ടൊമാറ്റോസ്, അങ്ങനെ മല്ലിയില, പുതിന, ഇതൊക്കെ റെഡിയാക്കുന്നത് ഇപ്പോഴായിരിക്കും. ഇനി നമ്മുടെ മസാലയ്ക്ക് വേണ്ടി ഞാൻ പ്രിഫർ ചെയ്യണത് നല്ല നെയ്യാണ്. റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ ഈ ഫിഷ് ബിരിയാണിക്ക് പ്രത്യേകിച്ചും എനിക്ക് നെയ്യിൽ തന്നെ ഉണ്ടാക്കാനാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ ഒരു 1/2 കപ്പ് വരെ നെയ്യിൽ ആദ്യം നമ്മുടെ സവാള പൊരിച്ചെടുക്കാം. നേരിയതായിട്ട് അരിഞ്ഞാൽ പൊരിക്കാനുള്ള സവാള ഈ നെയ്യിലിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അത് വേഗം എണ്ണയിൽ നിന്ന് മാറ്റി നമുക്ക് പേപ്പർ ടവലിലോ സ്പൈഡർ സ്ട്രെയിനറിലോ മാറ്റി വെക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ അത് ക്രിസ്പാവും. ഞാൻ സാധാരണ സ്ട്രെയിനറിലാണ് ഇത് മാറ്റി വെക്കാറ്. ഇനി ഈ സവാള പൊരിച്ച അതേ നെയ്യിൽ തന്നെ നമ്മൾ നമ്മുടെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ഫിഷും കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അത് ഫ്രിഡ്ജിൽ നിന്ന് ഒരു 10 മിനിറ്റ് നേരത്തെ പുറത്തെടുത്ത് വെച്ചേക്കണം. പിന്നെ കട്ടിയുള്ള പീസസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ ലൈറ്റായിട്ട് 2 സൈഡ് ഒന്ന് ചെറുതായിട്ട് കളർ മാറുന്ന വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ ഉപയോഗിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ ഇടത്തരം സ്ലൈസസ് ആണെങ്കിൽ ഒന്നും കൂടി ഗോൾഡൻ ബ്രൗൺ ആവണ വരെ 2 സൈഡ്സും പൊരിച്ച് എടുത്ത് മാറ്റി കോരി വെക്കണം. ഈ റെസിപ്പിക്ക് ഒരു 2.5 കപ്പ് ബിരിയാണി അരിയാണ് ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടി 4 പീസ് നെയ്മീനുമാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു 4 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും. ഇപ്പം നമ്മുടെ മീൻ ഈ ഇടത്തരം കട്ടിയുള്ള പീസസ് ആയതുകൊണ്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലും ഒരുപാട് ഓവർ ഫ്രൈ ചെയ്യണ്ട കേട്ടോ. ഈ ഒരു സോഫ്റ്റ്നെസ് എപ്പോഴും ഉണ്ടാവണം ബിരിയാണിക്ക് വേണ്ടി. ഈ പൊരിച്ച മീനിനി നമുക്ക് ഈ നെയ്യിൽ നിന്ന് മാറ്റി സ്ട്രെയിൻ ചെയ്ത് വെക്കണം. അത് സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പകുതിയാക്കി വെച്ചിരിക്കുന്ന റൈസ് സ്റ്റെപ്പ് 2ലേക്ക് കിടക്കാം. നേരത്തെ നമ്മൾ റൈസ് നെയ്യും ഹോൾ സ്പൈസസ് ഇട്ടും ചെറുതായി ഫ്രൈ ചെയ്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇത് വീണ്ടും തീ ഓണാക്കിയിട്ട് 4 കപ്പ് തിളപ്പിച്ച ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബോയിൽ ചെയ്യാൻ വെക്കുക. ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. തിളച്ചതിന് ശേഷം നല്ല ടൈറ്റ് മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് തീയും കുറച്ച് ഈ വെള്ളം വറ്റുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. ഇത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. വെള്ളം വറ്റിയ ഉടനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ആ റൈസിൻ്റെ ഗ്രെയിൻസ് ഒക്കെ ഒന്ന് ഫ്ലഫ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ സ്റ്റേജിൽ വേണമെങ്കിൽ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്ന് ടോസ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമ്മുടെ ബിരിയാണി മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു നല്ല കട്ടിയുള്ള ഉരുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ മീനൊക്കെ പൊരിച്ച അതേ നെയ്യ് സ്ട്രെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 2 സവാളയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു.
അതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ചേർക്കാം. എന്നിട്ട് 1 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആ വെളുത്തുള്ളി ഇഞ്ചിയുടെ റോ ആയിട്ടുള്ള സ്മെല്ലൊക്കെ ഒന്ന് പോയി പച്ചമണം മാറി കിട്ടണം. ഈ സ്റ്റേജിൽ നമ്മുടെ പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ബിരിയാണി മസാലപ്പൊടി അല്ലെങ്കിൽ കറി മസാലപ്പൊടി. ഞാൻ എൻ്റെ കറി മസാലപ്പൊടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോളൂ. നല്ലൊരു മണമാണിത്. എൻ്റെ ഒരുപാട് ഡിഷസിന് ഞാൻ യൂസ് ചെയ്യണ ഒരു മസാലപ്പൊടിയാണ് ഞാൻ വീട്ടിലെപ്പോഴും ഉണ്ടാക്കാറുള്ളത്. മസാലപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഇപ്പോൾ ചേർക്കാം. ഇതിനി കുക്ക് ചെയ്ത് ആ ടൊമാറ്റോസൊക്കെ ഒന്ന് സോഫ്റ്റായി മാഷ് ആവണ വരെ കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആവണ വരെ. ഇപ്പം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് ആ ഇലകളൊക്കെ ഒന്ന് വാടണ വരെ മാത്രം ഒന്ന് ചൂടാക്കിയെടുക്കണം. ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലയ്ക്ക് വേണ്ടി. ഇനി നമ്മുടെ തൈര് എടുത്തിട്ട് ഒന്ന് അടിച്ചിട്ട് അതും കൂടി ചേർക്കാം. നല്ല തീയിലാണ് ഞാൻ ഈ ചേർക്കുന്നത്. എന്നിട്ട് നല്ല സ്പീഡിൽ അത് വിപ്പ് ചെയ്ത് അല്ലെങ്കിൽ അടിച്ചടിച്ച് ആ വൈറ്റ് കളർ കാണാണ്ടാവണ വരെയും ഇളക്കിക്കൊണ്ടിരിക്കും. ഇത് കുറച്ച് സ്പീഡിൽ ചെയ്യണം, പതുക്കെ ആവരുത്, അല്ലെങ്കിൽ നമ്മുടെ തൈര് ഇങ്ങനെ പിരിഞ്ഞു പോവും. തീ കുറയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നല്ല സ്പീഡിൽ ഇത് ഇളക്കി കൊടുക്കണം. നിങ്ങൾ കട്ടി കൂടിയ പീസ് മീനാണ് ഉപയോഗിക്കണമെങ്കിൽ ആ ചെറുതായിട്ട് ഫ്രൈ ചെയ്തത് ഇപ്പം ഈ മസാലയിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒന്ന് കോട്ട് ചെയ്യണം ഈ ഗ്രേവി വെച്ചിട്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന പോലെ തിന്നർ സ്ലൈസസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഇപ്പം ചേർക്കണ്ട. അത് നമ്മൾ ചോറിൻ്റെ മുകളിലാണ് ചേർക്കാൻ പോണത്. ഇനി നമ്മുടെ ബിരിയാണിക്കുള്ള ലെയേഴ്സ് ദമ്മിടാൻ വേണ്ടിയുള്ള ലെയേഴ്സ് പ്രിപ്പയർ ചെയ്യാം നമുക്ക്. ആ ചോറ് ഒന്ന് നന്നായിട്ട് ഫ്ലഫ് ചെയ്തെടുക്കണം. ചോറിൻ്റെ ഓരോ ഗ്രെയിന് സെപ്പറേറ്റ് ആവണം. അടിയിൽ നിന്നുള്ള ചോറൊക്കെ ഒന്ന് ലൂസാക്കി എടുക്കണം. എന്നിട്ട് ഈ മസാല ലെയറിൻ്റെ മുകളിൽ ചോറിൻ്റെ ഒരു ലെയർ ആഡ് ചെയ്യാം. ഒരുപാട് കട്ടിയിൽ വേണ്ട, ഒരു തിൻ ലെയർ ഓഫ് റൈസ് മതി ഇതിൻ്റെ മുകളിൽ. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പൊരിച്ച സവാളയും ഇത്തിരി നാരങ്ങ നീരും വേണമെങ്കിൽ ഇത്തിരി മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിൽ ഞാൻ വിതറിയിടും. നമ്മൾ ഈ ദമ്മിൻ്റെ ലെയേഴ്സ് ഇടുന്ന സമയത്ത് തീ ഓഫാണ് കേട്ടോ. തീ ഓണല്ല, അല്ലെങ്കിൽ നമ്മുടെ മസാല അടി പിടിച്ച് തുടങ്ങും. ഇനി ബാക്കിയുള്ള ചോറും കൂടി നല്ല ഫ്ലഫ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് അതൊന്ന് പാറ്റ് ചെയ്ത് ഒന്ന് സ്മൂത്താക്കിയിട്ട് ബാക്കി നാരങ്ങ നീര് അതിൻ്റെ മുകളിൽ ചേർത്ത് കുറച്ചും കൂടി സവാള പൊരിച്ചത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പൊരിച്ച് വെച്ച മീൻ വെക്കാൻ പോകുന്നത്. ഇനി നമുക്കത് ദമ്മ് ചെയ്യാം. പഴയ ഒരു തവ എടുത്തിട്ട് തീ ഓണാക്കി നല്ല ചൂടാകുമ്പോൾ തിരിച്ച് ഉരുളി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട്, ഇനി ഞാൻ മാവൊന്നും വെച്ചിട്ട് ദമ്മ് ചെയ്യുന്നില്ല. ഇതിന് എളുപ്പത്തിലൊരു വഴിയുണ്ട്. ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഈ ഉരുളിക്ക് പറ്റിയ നല്ലൊരു പാത്രം വെച്ചിട്ട് അതുമേൽ നല്ല വെയിറ്റും, ഞാനിപ്പോൾ എൻ്റെ ഒരു കല്ല് ചതക്കണ സവാള ഇഞ്ചിയൊക്കെ ചതക്കണ പെസലൻ മോട്ടർ കല്ലാണ് അതുമേൽ വെച്ചേക്കുന്നത് കമത്തി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ വെള്ളം വറ്റി തീരുമ്പോൾ അത് ഒഴിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടൊരു 20 മിനിറ്റ് ദമ്മ് ചെയ്താൽ മതി. 20 മിനിറ്റിന് ശേഷം അത് തീ ഓഫാക്കിയിട്ട് ഒരു 15 മിനിറ്റ് അത് അടച്ച് തന്നെ ഇരിക്കണം, തുറക്കണ്ട. അതിനുശേഷം നമുക്ക് തുറക്കാം. നല്ല മണമാണ്. നല്ല ചോറിൻ്റെ ഒക്കെ ശരിക്കും നല്ല ബിരിയാണിയുടെ ഒരു മണം കിട്ടും. ഫിഷിൻ്റെയും ഒരു നല്ല മണമുണ്ട്. നമുക്കപ്പോൾ നെയ്മീൻ്റെ പീസസൊക്കെ ഒന്ന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ മീൻ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ബാക്കി ചോറിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് റോസ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ചോറൊന്ന്
ഇളക്കി കൊടുക്കാം, മസാല ഒക്കെ ഒന്ന് മിക്സ് ആവാൻ. ഇത് ദമ്മ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചോറിന് വേണ്ടി ഇടാറ്. അപ്പോൾ റോസിൻ്റെ സെൻറ്റ് കുറച്ചും കൂടി ഇതിലിങ്ങനെ നിൽക്കും. ദമ്മ് ചെയ്യുന്നതിന് മുമ്പ് ഈ ചോറിന് ഞാൻ കണ്ടിരിക്കുന്നത് അത് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ മണം അത്രയ്ക്ക് കിട്ടാറില്ല. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തും കൂടി ചേർക്കുക. എനിക്ക് ഫിഷ് ബിരിയാണിക്ക് അതിൻ്റെ ആവശ്യം തോന്നാറില്ല, പക്ഷെ ഞാൻ പുഴുങ്ങിയ മുട്ടയും കൂടി ചേർക്കാറുണ്ട്. പൊരിച്ച സവാളയും കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പം മീൻ ബിരിയാണി ചിലർക്ക് ഇഷ്ടമില്ല. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണിയുടെ ആൾക്കാർക്കൊന്നും മീൻ ബിരിയാണി ചിലപ്പോൾ ഇഷ്ടമുള്ളൂ. പക്ഷേ ഈ ബിരിയാണി ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കണവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഫ്രഷ് നെയ്മീനൊക്കെ കിട്ടുമ്പോൾ ഇത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ബിരിയാണി ഡിഷാണ്. ഒരു നല്ല ചേഞ്ച് ഉണ്ട്, ലൈറ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എനിക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.